ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ്. ഇത് സാധാരണ ഗോതമ്പ് ദോശയല്ല, ഒരു സ്പെഷ്യൽ ഗോതമ്പ് ദോശ തന്നെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒരുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ. ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ദോശയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്കുള്ള അളവാണ് പറയുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 വലിയ ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു വലിയ പച്ചമുളകിൻ്റെ പകുതി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി ഞാനിവിടെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1 കോഴിമുട്ടയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ വേണം. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ വെറും ഗോതമ്പ് പൊടി മുട്ട ചേർത്തിട്ടും നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയെക്കാളും ഒന്നുകൂടെ ടേസ്റ്റി തന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഗോതമ്പ് ദോശ തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതുവരെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗോതമ്പ് ദോശ റെഡിയാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഇപ്പം തന്നെ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൽ എണ്ണ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എണ്ണ പുരട്ടാതെ നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ പുരട്ടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എണ്ണ പുരട്ടിയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ എണ്ണ ഇല്ലാതെയും ചെയ്യാം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ പുരട്ടിയതുകൊണ്ട് ഇത് അത്ര ഷേപ്പിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഷേപ്പില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
1 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ദോശ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓയിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഓയിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ദോശയുടെ ഈ ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്